ബസ് പോയിന്ന് ഒരിക്കലും പറയരുത്. ബസ്സും പെണ്ണും പോയാൽ വേറെ നല്ലത് വരും. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തു, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അല്ല കൂട്ടായി എന്താ ഇവിടെ എന്തിനൊരു കമന്റ്? എനിക്കെന്താ തോന്നുന്നത്? എനിക്ക് നല്ലത് ഒരാളെ കിട്ടൂലായിരുന്നോ? എനിക്ക് നല്ലത് കിട്ടുമായിരുന്നോ? എനിക്ക് നല്ലത് കിട്ടുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉപമ ഇല്ലാന്ന് നമുക്ക് പറയേണ്ടി വരും. ഹലോ, ഗുഡ് മോർണിംഗ്. എടാ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടായി ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായി, കസിന് ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അവൻ പറഞ്ഞു അവനാണെങ്കിൽ ബസ്സിന് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റേഷനിലേക്ക്. പിന്നെ പള്ളിയാണെങ്കിലും ഇവിടെ നിന്നും കുറച്ച് പോകാനുണ്ട്. സൽമാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പള്ളി. നമുക്ക് എന്തായാലും പോയി നോക്കാം, വാ. ഇതാടാ അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ടോ? നമുക്ക് അതിനാണ് കേട്ടോ വന്നത്. ഇതാണ് ടിക്കറ്റ്. ഇത് ഒരു ടിക്കറ്റിന് 300 പൈസ ഉണ്ടോ? ഞങ്ങൾ 3 ടിക്കറ്റാണ് എടുത്തത്. വന്നില്ലേ? അങ്ങോട്ടാ ചേട്ടാ. നമ്മളങ്ങനെ സൽമാനിയിൽ ബസ് ഇറങ്ങി നടക്കുവാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊരു ഇച്ചിരി നടക്കാനുണ്ട്. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്റർ, ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇവിടെ ഈ കാണുന്നുണ്ടോ, ഇത് സൽമാനിയ മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ. മറിയാമ്മയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇതാ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് കേട്ടോ പോകേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എടാ, ആ കാണുന്നുണ്ടോ? അതാണ് കേട്ടോ നമ്മുടെ ചർച്ച. ഇതെവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കകത്തേക്ക് പോയി നോക്കാം. ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ മാത്രം ഇച്ചിരി ലേറ്റായി പോയി. കാരണം നമ്മൾ ബസ്സിനാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ്സിന് പോകാമെന്നുള്ളത് പ്ലാൻ ചെയ്തത്. ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിനതക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ ക്ലേശതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ബാരക്കുമോ.
എടാ നമ്മളിത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ച് തിരിച്ചു പോകാൻ കേട്ടോ. നമുക്കിനി അടുത്ത ബസ് പിടിക്കണം. ഹായ്, ഹലോ, ചായ കുടിച്ചോ? ചായ എങ്ങനെ? ഇതാടാ ഈ ചൂടത്ത് ഈ ബഹറിൽ ദൈവന്റെ ഒറ്റൊരുത്തിന്റെ പ്രാന്താണ് കേട്ടോ ഈ ബസ്സിന് പോകാൻ. കൂട്ടായി ബസ്സിന് കയറാനുള്ള കൊതി മാറിയോ? ചേട്ടാ അവിടെ ഒരു ബസ് ഉണ്ട് കേട്ടോ, അത് നമ്മുടെ അങ്ങോട്ടാണോ എന്നുള്ളത് നോക്കാം. നമുക്കേ ഒന്ന് ചോദിച്ചു നോക്കാം. അതെ പറയാമോ ബസ് നിർത്താന്? നമ്മളിപ്പോ ബസ് സ്റ്റോപ്പിലല്ലേ നിക്കുന്നേ? ഇവിടെ നിന്നാലേ ബസ് കിട്ടുള്ളൂ. കൂട്ടായി ഇവിടെ നിന്ന് അനങ്ങരുതട്ടോ. ദേ ഒരു ബസ് വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ്സാണ് കേട്ടോ. നമുക്ക് കയറാം. 3 പേഴ്സൺ 3. ടിക്കറ്റ് എടുത്തോ, ടിക്കറ്റ് എടുത്തോ. അതെ അത് പേടിക്ക്. എടാ ഈ ശരിക്കും ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക്, അതായത് ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് ബസ് കാർഡ് ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ ബെനിഫിറ്റ്. നമ്മളെ പോലെ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നവർക്ക് അതൊരു ബെനിഫിറ്റ് അല്ല. പിന്നെ എവിടെ പോകും പൊന്നാരേ? എന്തായിരുന്നു അത്? എന്നാ ടിക്കറ്റ് എന്നാ എവിടെ പോവാ? കുടായി എങ്ങനെയുണ്ടായിരുന്നു? കുടായി ബസ് ബസ്സിൽ കയറാനുള്ള കൊതി മാറിയോ? വെയിൽ എങ്ങനെയുണ്ടായിരുന്നു? വെയറിനല്ലേ വെയിലും ചൂടും അടിപൊളി. എടാ നാടാണോ നാട്ടിലാണോ ഇവിടുത്തെയാണോ ഏറ്റവും നല്ല കാലാവസ്ഥ? അപ്പോൾ വെയിലും ചൂടും നാട്ടിൽ തന്നെയാണ്. വെയിലും ചൂടും നാട്ടിൽ തന്നെയാണ് നല്ലത്. ആ ഇനി ബസ് കയറാനുള്ള കൊതി മാറുമോ? ഇനി കൊതി ഉണ്ടാവും ആൾക്കാർ? ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് ബസ്സിന് തന്നെ പോകണല്ലോ. കാര്യം നമുക്കിപ്പം ബൈക്ക് ഓടിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ബൈക്ക് കൊണ്ടില്ല. കുട്ടായി പിന്നെ എന്ത് പിടിക്കും കേട്ടോ, അങ്ങനെ ചെറിയ പുള്ളിയൊന്നുമല്ലോ. പുള്ളി എന്ത് പിടിക്കും ഇല്ല കുട്ടായി? എല്ലാം പിടിക്കും. ചേട്ടാ നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയിട്ടേ നമ്മൾ ബസ് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി 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 ഇറങ്ങി. എടാ നമ്മളിത് അങ്ങനെ ബസ് വന്നിട്ടോ. നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ പറഞ്ഞത്. എടാ ഇവിടെ ഓരോ ബസ്സിനും നമ്പർ ഉണ്ട് കേട്ടോ. സൽമാനിയ അങ്ങനെ ആ പോകുന്ന ഭാഗത്തേക്ക് ബസ് നമ്പർ 17 അങ്ങനെ ഓരോ ബസ്സുകൾക്ക് ഇവിടെ നമ്പറാണ് കേട്ടോ. ഇവിടെ നമ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഏത് ഭാഗത്തേക്ക് അങ്ങോട്ടാ പോകണേന്നുള്ളത് അറിയണേ. ഇത് ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഇവിടെ അറബിയിലാണ് ബോർഡ് കൊടുത്തത്. ഇതുണ്ടോ ഗുദേബിയ 17. പിന്നെ അതുകൂടാതെ ഇത് ഇവിടെയും ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടെ ചെറിയത് 43, മനാമ 18, മനാമ 41, 45 അങ്ങനെ ഓരോ ഏരിയയിലേക്കും കൂടെ ഉള്ള ബസ്സിൻ്റെ ബോർഡ് അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലുലുവിൽ കയറാം. കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മറിയാമയും കുട്ടായും ആദ്യം തന്നെ കൂടി അകത്ത് കയറി കേട്ടോ. നമുക്കും കൂടി ഒന്ന് പോയി നോക്കാം. കുട്ടായി ഫോൺ നോക്കണ്ടോ? കുട്ടായി നീ എന്താ ഫോൺ മേടിക്കണ്ടോ? ഏതാ നോക്കണേ? കുട്ടായി ഫോൺ മേടിക്കാനായിട്ട് ഫോൺ നോക്കണ്ടോ? അവരെന്ത് പറയാൻ വേണ്ടി? അവളവിടെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടോ. നമുക്ക് അവൾക്ക് അടുത്തേക്ക് പോവാം. എന്നാ പറയാ, പഴം മേടിക്കാനാ? എന്താണ് സ്പെഷ്യല്?
ഓ സോൾട്ട് മാങ്കോ ട്രീ, ഉപ്പുമാവ് അതിനാണ്. ഫിലിപ്പിനി 1 കിലോ മതി കേട്ടാ. നല്ല പഴുത്ത് നോക്കിയെടുക്കും. അതിനൊരു ചെളുക്കുണ്ട്. ഒരു 3 കൂടി എടുക്കും. അത് പഴുത്തിരുന്നാ നിക്കി നോക്കിച്ചാ. മതി. മാത്രം മതി. ഡാൽഡ എടുക്കണ്ടേ? പപ്സ് ഉണ്ടാക്കണ്ടേ? ആ 1 കിലോ എടുത്തു. ഓഫർ ഉണ്ടെന്ന്. ഇല്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ നെസ്റ്റോയിലൊക്കെ ഓഫർ ഉണ്ട്, അപ്പോൾ കാണുമായിരിക്കും. ഓ സാരമല്ല, ക്യാരറ്റ് ഏതായാലും ക്യാരറ്റാണല്ലോ. കണ്ടാ ഡാൽഡ ഉണ്ടോ? എവിടെയാ? എത്ര? ഉണ്ടോ? ആ താഴേക്കണോ? കണ്ടോ? പക്ഷെ അവന് ഇന്നലെ ഈ വയസ്സത്തെ കൂടെ അല്ല വന്നേ. 25 വയസ്സുള്ള പക്ഷെ അവന് ഈ വയസ്സത്തെ കൂടെ അല്ല വന്നേ. ആവശ്യമില്ലാത്തതിലേക്ക് കൈ കൊണ്ടത്. ഹലോ, എവിടെ പോവാ? എടാ ഇത് കണ്ടോ, നമ്മളാകെ 2 കൂട്ടമാണ് കേട്ടോ മേടിച്ചോളൂ. 1 കിലോ ക്യാരറ്റും 1 കിലോ പഴവും. പക്ഷെ ഇന്ന് അത്യാവശ്യം ലുലുവിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. നമുക്ക് 1 ദിനാറ് താഴെ ഉണ്ടായുള്ളൂ. മറിയാമതി പപ്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സ്റ്റോറി കിട്ടുന്നുണ്ട്. അവിടെ നല്ല റേറ്റ് ആണ് അതിന്. ഇവനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. എടാ എനിക്ക് വാനില്ല. ഇയാളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എടാ അത് ഓർമ്മയുള്ളൂ, അത് എനിക്കെന്നല്ലേ വാനില ഓർമ്മയുള്ളൂ. ഇതേടാ ഇവിടുത്തെ സിപ്പപ്പാണ് കേട്ടോ. നല്ല രസമല്ലേ ഇത്? ഇത് എടുത്തോ. എത്ര എടുത്തു? സിപ്പപ്പ് എത്ര എടുത്തു? അല്ല ഓക്കെ. അല്ല ഓർമ്മ എടുക്കാം. മൈക്കും കൂടെ വേണ്ടേ? ഓക്കെ. അപ്പൊ വാനില വേണ്ട? കൊച്ചിനെ അവിടെ നിർത്തി, ഞാൻ എടുത്തോളാം. നിർത്തിയാ പോയി പറക്കും. ഇല്ല, നീ അവിടെ നിർത്തിക്കോ. പൊന്നവാ, ഇപ്പൊ കൈ പിടിച്ചോ. ഇപ്പൊ കൈ വെച്ചോ. അന്ന് ഞങ്ങളങ്ങനെ നടന്നോട്ടെ, നിങ്ങൾ വന്നോളേ. ഓക്കെ, നമ്മൾ സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകാൻ കേട്ടോ. അവർ പയ്യെ വന്നേക്കാന്ന് പറഞ്ഞു. കാരണം ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൂമിലെത്തി അത്യാവശ്യം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മുടെ പ്രാർത്ഥന റൂമിൽ താഴെ മാറ്റും കാര്യങ്ങളൊക്കെ വിരിക്കണമെന്ന്. ഇന്നിപ്പോൾ അതൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ.
മറിയാമ്മ നമ്മൾ മേടിച്ച് മാറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കല്ലേ? നമ്മൾ പ്രാർത്ഥന റൂമിലാണ് ഇട്ടോണ്ടിരുന്നത്. ആ, അപ്പൊ ഇന്നിപ്പോ അതിന്റെ കുറച്ച് പരിപാടി ഉണ്ട്.